തിരുവനന്തപുരം മൃഗശാല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. 1857 കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത്. ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര മ്യൂസിയവും അലങ്കാര മത്സ്യ പ്രദർശന കേന്ദ്രവും സന്ദർശകരെ ആകർഷിക്കുന്നു. മൃഗശാലയിൽ കൂടുതൽ സന്ദർശകരെ എത്തിക്കാനുള്ള ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് തിരുവിതാംകൂർ മഹാരാജാവ് മൃഗശാല വിഭാവനം ചെയ്തത്. പക്ഷി മൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിലാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ ജീവിത ശൈലികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു. മൃഗശാലയുടെ എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ക്ലോക്ക് റൂമും ഇൻഫർമേഷൻ കൗണ്ടറും എല്ലാം ഉള്ളത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സൂവിൽ കയറാൻ വെറും 30 രൂപ മാത്രമാണ് മുതിർന്നവർക്കുള്ളൂ. പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഒന്നും അകത്തേക്ക് അലൗഡ് അല്ല. അതിനാൽ ഇവിടെ ഒരു ക്ലോക്ക് റൂം സൗകര്യവും ലഭ്യമാണ്. 10 രൂപയാണ് ക്ലോക്ക് റൂമിൽ വെക്കാനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ്. മൃഗശാല ചുറ്റിക്കാണാനായിട്ട് ഇവിടെ ഇലക്ട്രിക് വാഹനവും ലഭ്യമാണ്. അതിനായിട്ട് പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. 50 ഏക്കർ വിസ്തൃതിയിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. 100-ൽ പരം മരങ്ങൾ മൃഗശാലയ്ക്ക് നല്ലൊരു ഹരിതാഭവും കുളിർമയും പകരുന്ന അന്തരീക്ഷം സജ്ജമാക്കുന്നു. തടാകങ്ങൾ, വനപ്രദേശങ്ങൾ, നല്ല ഭംഗിയുള്ള പുൽത്തകിടികൾ എന്നിവയെല്ലാം സന്ദർശകരെ ആകർഷിക്കുന്നു. പക്ഷിമൃഗാദികളെ അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാല മരങ്ങളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ നല്ലൊരു കുളിർമയായ ഒരു അന്തരീക്ഷമാണ്. ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടമാണിത്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ ഏകദേശം 75ഓളം ജീവജാതികൾ ഇവിടെയുണ്ട്. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, വരയാട്, കാണ്ടാമൃഗം, സിംഹം, കടുവ, പുലി, വിവിധ ഇനം മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളും വിവിധ ഇനം പക്ഷികളും ഉരഗങ്ങളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സന്ദർശകർക്കായിട്ടുള്ള വിശ്രമ കേന്ദ്രവും വാഷ്റൂമും ടീ ഷോപ്പും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ജ്യൂസും വെള്ളവും ഒക്കെ കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മൃഗശാലയ്ക്കുള്ളിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാൻ സാധിക്കും. ബോട്ടിലിൽ റീഫണ്ടബിൾ സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബോട്ടിൽ കാണിച്ച് റീഫണ്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിനെയാണ് ലക്ഷ്യമിടുന്നത്. ഈ വെള്ളത്തിൽ നീന്തുന്നത് നീർനായയാണ്. സന്ദർശകർക്കെല്ലാം വളരെ കൗതുകമായിരുന്നു അത് നീന്തുന്നത് കാണാൻ. ഞങ്ങൾ ചെന്നപ്പോൾ സിംഹം നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗർജനവും നടത്തവും ഒന്നും കാണാൻ സാധിച്ചില്ല. എല്ലാ പക്ഷിമൃഗാദികളുടെയും ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് അറിയാൻ വളരെ എളുപ്പമായിരുന്നു. മൃഗങ്ങൾക്ക് കുളിക്കാനും നടക്കാനുമെല്ലാം വിശാലമായ സൗകര്യം തന്നെയാണ് ഈ മൃഗശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇതിൻ്റെ ജീവിത കാലയളവ് 45 വർഷമാണ്.
മാംസഭോജികളായ സിംഹം, പുലി, കടുവ അങ്ങനെ അനവധി മൃഗങ്ങളെ നമുക്ക് അടുത്ത് കാണുവാൻ സാധിക്കും. തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ പാർക്ക് ഓപ്പൺ ആണ്. ഈ കാണുന്നതാണ് ചിത്രശലഭ പാർക്ക്. ഇവിടെ നമുക്ക് ധാരാളം ചിത്രശലഭങ്ങളെ കാണുവാൻ സാധിക്കും. ഇവിടെ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച ഒരു വെള്ളച്ചാട്ടവും കാണുവാൻ സാധിക്കും. വിവിധ ഇനം പാമ്പുകളും ഇവിടെയുണ്ട്. അനാക്കോണ്ട പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകൾ വരെ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പം ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണേ.